ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളുടെ ഫയലിലെ കഹാനിയുടെ ലാസ്റ്റ് ഭാഗം നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ എവിടെ വരെ എത്തിയ നമ്മൾ ഷാമിലി പിങ്കിയുമായിട്ട് സംസാരിക്കുന്നതായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ പിങ്കിയുടെ ഫ്ലാഷ് ബാക്ക് കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നോക്കിയത്. എങ്ങനെയാണെന്ന് വെച്ചാൽ പിങ്കി ചെറിയ പ്രായത്തിൽ തന്നെ पीड़िपिकപ്പെട്ടിട്ടുണ്ടായിരുന്നു. और उसके साथ बलात्कार हुआ था. वो मम्मी के दोस्तों ने ही ये किया था और बाद में उसे किसी चाइल्ड वेलफेयर एक आश्रम में ले गए और वहाँ से वो कुछ शैतानी करके वहाँ से उन्हें वो लोग उसे पागल खाने में छोड़ दिया और वहाँ से फिर वो हमारे लेखिका ने शामली की ट्रस्ट पर आ गई है और वो शामली अब इसकी रिपोर्ट तैयार कर रही हैं फाइल पूरा करने के लिए. ठीक है, अब ये दोनों हैं, ये हमारी शामली है और पिंकी है. पिंकी को शामली अपनी कहानी सुनाने के लिए कह रहे हैं, क्या कैसे यहाँ पर पहुँचे हैं, इन सब के बारे में पूछ रहे हैं. तब पिंकी रो रहे हैं और ये सब एक एक करके जो छोटी अवस्था में क्या क्या എന്തൊക്കെയായിരുന്നു ആ ചെറിയ സമയത്ത് നടന്ന കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പിങ്കി നമ്മളുടെ ഷാമിലിയോട് പറയുകയാണ്. അതേപോലെ ഫയലിൽ നമ്മളുടെ ഷാമിലി നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അതാണ് ജോലി, ഷാമിലിൻ്റെ ജോലി അതാണ്, ഫയൽ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ ഓഡിറ്റ് വരുമ്പം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓരോരോ കാര്യം ഇങ്ങനെ എന്താ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പിങ്കി. मैंने कहा पिंकी, मैं जो कुछ भी तुमसे पूछूं तुम्हें उसका जवाब देना होगा. പിങ്കിയോട് സമാധാനത്തോടെ ഷാമിലി പറയാണ്, ഞാൻ ചോദിക്കുന്നത് എല്ലാത്തിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. മുझे तुम्हारी फाइल तैयार करनी है, എനിക്ക് നിൻ്റെ ഫയൽ റെഡിയാക്കണം. तुम्हारी पूरी केस हिस्ट्री, നിൻ്റെ ഫുൾ കേസ് ഹിസ്റ്ററിയും എനിക്കിതിൽ ആഡ് ചെയ്യണം. ഓക്കെ, मैं बात पूरी कर भी नहीं पाई कि उसकी आवाज़ अकस्मात काम पूरी चाकू की तरह धार हो गई. क्या फाइल? और देखते देखते लोकगीत सी लुभानी पिंकी शोकगीत में बदल गई. ഫയലോ, ഈ ഫയലിൽ നിന്ന് കേൾക്കുന്നതേ നമ്മളുടെ പിങ്കിക്ക് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അവളാകെ, അല്ലെങ്കിൽ നല്ല ഇൻട്രസ്റ്റോടെ വന്നതായിരുന്നു എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷേ ഫയലിൽ നിന്ന് കേട്ടപ്പോൾ അവളുടെ മുഖമേ മാറിപ്പോയി. मैंने हिम्मत कर रखा, तुम्हारी भलाई के लिए ही तो तैयार की जा रही है ये फाइल. നീ ടെൻഷനൊന്നും അടിക്കണ്ട, നിനക്ക് വേണ്ടിയിട്ട്, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ഫയൽ റെഡിയാക്കുന്നതെന്ന് ഒരു ഷാമിലി പറയാണ്. ഹംദം സെ ബാഡ് ഗയി ജൈസെ കൊയ് ബുലന്ത് ഇമാരത്ത്, ഒരു ഒറ്റ ഇരുത്തം, ഒന്നും അനങ്ങുന്നില്ല. ഓക്കെ, അത്രയും അവൾക്ക് ഈ ഫയൽ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. जाहिर था जिंदगी से लड़ते लड़ते वह ऐसे थक गई थी, उसे बात समझ में आती है, पर उन फाइलों में क्या बिगाड़ा है तुम्हारा. ഓക്കെ, എനിക്ക് നിൻ്റെ എല്ലാം മനസ്സിലാവും, പക്ഷേ നിന്നെ എന്താ ഈ ഫയൽ എന്താ നിനക്ക് ഇത്രയും വലിയ ഒരു ഇറിറ്റേഷൻ എന്ന് ഷാമിലി ചോദിക്കുകയാണ്. മേരി ബാത്ത് സുൻ, रेत पर पड़ी सो मछली सी वह तड़पी, सुरमा सजी उसकी आंखें मिचमिचाई. एक दीर्घ निश्वास छोड़ते हुए उसने कहा, अब कैसे समझाऊं आपको कि जितना नुकसान मेरी माँ ने मेरा नहीं किया, उससे ज़्यादा फाइल ने इन खुले जबड़ों ने किया है. എൻ്റെ അമ്മ എന്നെ ഒരു പ്രായം വരെ എന്നെ വളരെ ബുദ്ധിമുട്ടിപ്പിച്ചു, അതിലും കൂടുതൽ ഈ ഫയലാണ് എന്നെ ബുദ്ധിമുട്ടിച്ചതെന്ന് ആര് പറയാണ്, പിങ്കി ഷാമിലിയോട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് ഫയലിൻ്റെ പേര് കേൾക്കുമ്പം തന്നെ എന്താ ഇഷ്ടമല്ല എന്ന് പറയാണ്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ആ ഫയൽ കൊണ്ടാണ് അവളുടെ നല്ലൊരു ജീവിതം എന്താ ഇല്ലാണ്ടായ ഒരു ഒരു ചെക്കനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. एक लड़के से के साथ वो प्यार करती थी, लेकिन लड़के ने इसके फ्लैशबैक के बारे में जाना तो लड़के छोड़ के चले गए അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഈ ഫയൽ, പിന്നെ ഓരോരോ സന്ദർഭത്തിലും ഈ നെഗറ്റീവ് മാർക്ക് അതിൻ്റെ അകത്തുള്ളത് കൊണ്ട്
അവൾക്ക് എന്താ അവരെ ഓരോരോ സമയത്തും അവൾക്ക് പ്രശ്നമാണ് ഈ ഫയലിനെ കൊണ്ട്. അപ്പം പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ 1 by 1 ആയിട്ട്. നീ പറയുന്നതെല്ലാം സത്യമായിരിക്കണമെന്ന് പറയാണ് ആര് ശ്യാമിലി. യ സത്യ है कि 11 से എന്താ 11 12 13 14 വർഷ തക് മേരാ കൈ ബാർ ബലാത്കാർ ഹുവാ ഹൈ. 11 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ ഇങ്ങനെ എന്താ കുറേ പ്രാവശ്യം എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ജബ് തക് ഇൻ ഫയലോ മേ ദർജ് രഹേഗ സമജ് ലീജിയെ യെ മേരെ മാത്തെ പർ ദർജ് രഹേഗ. ഈ കാര്യം ഫയലിൽ എഴുതുകയാണെങ്കിൽ ഇത് എൻ്റെ കൂടെ തന്നെ, ഞാൻ എവിടെ പോവുകയാണെങ്കിൽ ഈ ഫയലും കൂടെ വരും. ജോ മേരെ സാത്ത് ഹുവാ ഉസ്കെ ലിയെ മേ ദോഷി നെഹി ഹൂം. എനിക്കെന്താണോ സംഭവിച്ചത് അത് ഞാൻ കുറ്റക്കാരിയല്ല. യെസ് സോച്ച് മേ अपने अतीत को भूल जिंदगी में रुचि लेने गई थी. एक लड़के से प्रेम भी करने लगी थी. बस सचमुच मेरे जिंदगी में उजाला था. ആ ചെക്കനുമായിട്ടുള്ള പ്രേമകഥയാണ് പറയുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ അതൊരു വെളിച്ചമായിരുന്നു. ഉസേ ദേഖെ मैंने पहली बार महसूस किया कि आदमी जीना तभी सिखाता है. അവനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതാണല്ലേ ആണ്, സ്നേഹിക്കുമായിരുന്നു നല്ലോണം. ജബ് കിസി സെ പ്യാർ കർത്താ ഹെ വ ബി മുझे ബേതാഹ് ജാനെ ലഗാ. നല്ല അപ്പുറം പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങി. मैंने उसे बताया कि मेरी माँ सोना गंजी में रहती अवश्य है, पर वह बुरा काम नहीं करती. वह आसपास के घरों में खाना पकाती है. मेरी ठाकुर माँ दादी बहुत बूढ़ी है, इस कारण माँ ने मुझे सीनी आशा में രക്കാത്ത. അപ്പം കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വേലക്കാരിയാണ്. അപ്പോൾ ആ സ്ട്രീറ്റിലെ എല്ലാ വീട്ടിൽ പോയിട്ടും എന്താ ആരോടാ ഇത് പറയുന്നത്, എൻ്റെ പിങ്കിയുടെ കാമുകനോട് എക്സ്ക്യൂസ് പറഞ്ഞതാണ്. മീൻസ് നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. എൻ്റെ അമ്മ നല്ലൊരു സ്ത്രീയാണ്, പല വീട്ടിലും പോയി ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മൂമ്മ ഭയങ്കര വയസ്സായതാണ്. അതുകൊണ്ട് അമ്മൂമ്മേനെ നോക്കാനും ജോലിക്ക് പോകാനും പറ്റാത്തതുകൊണ്ട് എന്നെ എവിടെ ആക്കി മുझे സീനി ആശ എന്ന് പറഞ്ഞ ഈ ആശ്രമത്തിലേക്ക് മാറ്റിയതാണെന്ന് ഒരു കള്ളത്തരം പറഞ്ഞു. ബഹുത് മുझे പ്യാർ ബി കർത്താ രഹാ. അത് കേട്ട് അത് ഓക്കെ, അപ്പം സഹതാപവും സ്നേഹമൊക്കെ ഉണ്ട്, ഓക്കെ. പർ ഭീത്തർ മേരെ ബാരെ മേ ഖോജ് ഖബർ ബി കർത്താ രഹാ. പക്ഷെ ഇതൊന്നും അവൻ ഫുള്ളായിട്ട് വിശ്വസിച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ തുടങ്ങി. ഏക് ദിൻ മേരി അനുപസ്ഥിതി മേ, ഞാൻ ഒരു ദിവസം അവിടെ ഇല്ലാത്ത സമയത്ത് ഉസ്നെ ഓഫീസ് കെ ക്ലർക്ക് കോ എന്താ ഗൂസ് പൂസ് ദേക്കർ, ഓഫീസിൻ്റെ ക്ലർക്കിന് കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് മേരി ഫയൽ പെട്ട് ഡാലി, എൻ്റെ ഫയൽ എടുത്ത് വായിച്ചു. ഉസ്കെ ബാദ് ഉസ്നെ മുझसे മിൽന ചോട് ദിയ. ഇത് വായിച്ചതിന് ശേഷം പിന്നെ അവൻ എന്നെ കാണാൻ പോലും വന്നിട്ടില്ല. തോ ഉസ്നെ മുझे ബാഹർ സെ ഹി ചലത്താ കിയാ. मैंने जब इसे ബേക്രൂക്കി കാ കാരൻ പൂച്ചാ തോ, എന്താ എനിക്കറിയില്ലല്ലോ എന്താ റീസൺ. അപ്പോഴാണ് പറയുന്നത് മുझे ऐसी नज़र से देखा जैसे मैं कितनी गंदी और നിഗൗനി ജാൻവർ ഹൂ. എന്നെ ആ ഒരു നോട്ടം നോക്കി അവൻ, നീ ഇത്രയും മോശമുള്ള സ്ത്രീയുടെ മോളല്ലേ. ഇസ്കി ശബ്ദ മേരി ആത്മാക്കോ ദാ ഗയാ. അവൻ്റെ ഓരോരോ ശബ്ദവും എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. उसने मुझसे कहा मैं तुम पर कितना विश्वास किया पर तुम रेड्डी के ബേട്ടി റെഡ്ഡി ഹി നിക്കലേ. നീ ആ അമ്മയുടെ മോളല്ലേ, അങ്ങനെയാവും, ഞാൻ നിന്നെ എത്ര വിശ്വസിച്ചതാണ്, നീ എന്നെ ചതിച്ചില്ലേന്ന് ആ ചെക്കൻ പറയാണ്. ഉസ്കെ ബാദ് വ മുझे ഫിർ കബി നഹി മില. അതിനുശേഷം അയാളുടെ ഞാൻ പിന്നെ കണ്ടേയില്ല. മേരി ജീവൻ മേ കാലി രാത് കാ അന്ധേര ഭർ വ സദാ കെ ലിയെ ചലാ ഗയ. എൻ്റെ ജീവിതം ഒരു ഇരുട്ടിലാക്കി അവൻ അവിടുന്ന് പോയി. ഭീഗെ കബൂതർ കി തര മേ ബൈഠി രഹി. ഞാനൊരു നനഞ്ഞ പ്രാവിനെ പോലെ അവിടെ ഇരുന്നു. മൂഖ് മൗൻ കൻകിയാ സെ ദേഖാ. मैंने बूंद बूंद उदासी पिंकी के चेहरे से टपकते हुए अनंत में डूबती जा रही थी. ശ്യാമിലേക്ക് അവളുടെ ആ ഒരു മൂഡ് ചേഞ്ച് ആവുന്ന ശരിക്കും തരുന്നുണ്ട്. അവൾ കരഞ്ഞൊരു ഇതായിട്ടുണ്ട്. ലഗാ ജैसे ये पिंकी नहीं कोई ആദ്യം ശകുന്തള ഹെ. അവൾക്ക് തോന്നുകയാണ് ഇത് പിങ്കി അല്ല, നമ്മളുടെ ശകുന്തളയാണ്. ഫർക്ക് ബസ് ഇത്നാ ഹി കി വ അപ്നി അങ്കൂട്ടി ഓർ യ അപ്നി ഫയൽ വാപ്പസ് മാങ് രഹി തി. ഫർക്ക് ഇത്രയാണ്, ചേഞ്ച് ഇത്രയേ ഉള്ളൂ. ആ ശകുന്തള ആ മോതിരം എവിടെയാണെന്ന് തേടിക്കൊണ്ടിരുന്നു. ഈ ശകുന്തള
എന്താ ഫയൽ ഇനി ആ ഫയലൊന്ന് കത്തിച്ച് കളയാൻ പറയാണ് ഷാമിലിയോട്. ഈ ഫയൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി. पिंकी से बिना कुछ कहे वहाँ से खिसक गई धीरे धीरे और बे आवाज पतझड़ के सूखे पत्तों की तरह. പിങ്കി വേറെ ഒന്നും പറയാണ്ട് അവിടുന്ന് ഇറങ്ങി, എന്താ മെല്ലനെ സ്കൂട്ടായി. ഓക്കെ. പൂജ की छुट्टियाँ अभी चल रही थी. ദൂസരേ ദിൻ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും പോയപ്പം പിങ്കി ഒറ്റക്കായി. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് പിങ്കിക്ക് അമ്മേനെ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പിങ്കിനെ അവിടെയുള്ള തൃപ്തിയും ഷാമിലിയും ആരും അങ്ങോട്ട് പോകാൻ വിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീണ്ടും അവർ ചീത്ത ഏരിയയിലേക്ക് പോയി. ആ ചീത്ത സ്വഭാവം വേണ്ടാന്ന് വെച്ചിട്ട് അവർ വിട്ടില്ല. ये देखो तुम्हारी फाइल बताओ कहाँ लिखा है तुम्हें तुम्हारी या तुम्हारी माँ के बारे में. क्षण भर के लिए पिंकी सोच में पड़ गई, पर दूसरे ही पल उसने फिर पलटवा दिया. यदि इसमें नहीं लिखा होता तो സമീർ या സമീർ എന്നാണ് ആ ചക്കൻ്റെ പേര്. ഓക്കെ, സമീർ. हाँ वही लड़का को मेरी माँ का नाम और मेरे मोहल्ले का नाम का पता कैसे चला. അപ്പം പിറ്റേത്തെ ദിവസം ഷാമിലി ഈ ഫയല് പിങ്കിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. നീ ഒന്ന് വായിച്ചു നോക്കിയേ, ഇതിൽ നിൻ്റെ പിന്നെ അമ്മയുടെ പേരോ അല്ലെങ്കിൽ നീ ഏത് സ്ട്രീറ്റിലാണ് ആദ്യം നിന്ന് ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇല്ലല്ലോ. പിന്നെ ഒരു 11 വയസ്സ് തൊട്ട് നിനക്കുണ്ടായ ദുരനുഭവങ്ങളൊന്നും ഈ ഫയലിലില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആര്, ഷാമിലി അങ്ങനെ പറഞ്ഞപ്പോൾ പിങ്കിക്ക് വിശ്വാസമായില്ല. പിങ്കി പറയാണ്, പിന്നെ എങ്ങനെയാണ് സമീറിന് എൻ്റെ അമ്മേനെ പറ്റിയിട്ടും ഞാൻ ഉള്ള ആ ഒരു മൊഹല്ലേനെ പറ്റിയിട്ടൊക്കെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ഷാമിലി അവൾ പറഞ്ഞനുസരിച്ചിട്ട് തന്നെ അവളുടെ ജീവിതം മാറ്റിമറിച്ചിരിക്കുന്നു. ഫയലിൽ ഈ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അവൾ അനാഥയായ കുട്ടിയാണ്, അവൾ എങ്ങോട്ട് എത്തിപ്പെട്ടതാണെന്ന് എഴുതി ചേർത്തു, നമ്മളുടെ ഷാമിലി എഴുതി ചേർത്തു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്വിസ്റ്റ്. ഓക്കെ, ആ ഫയലിലുള്ള ആ കാര്യങ്ങളെല്ലാം ആര് മായ്ച്ചു കളഞ്ഞു? ഷാമിലി മായ്ച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു കുട്ടീൻ്റെ ജീവിതത്തിൽ ആ ഒരു ഫയല്, ആ ഒരു പാരഗ്രാഫ് അവൾക്ക് വീണ്ടും കളങ്കം വരുത്തുവാണെങ്കിൽ അത് ആ കാലേ അക്ഷരവും ഒരു കറുത്ത മഷി കൊണ്ട് അതങ്ങ് മായ്ച്ചു കളഞ്ഞു കഴിഞ്ഞാൽ, റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവളുടെ ജീവിതത്തിൽ ഇതൊരു ഫയല് വലിയൊരു പ്രശ്നമാവൂല എന്ന് തോന്നി. ഷാമിലി ഓർമ്മയുണ്ടോ ഈ കഥയൊക്കെ ആരോട് പറയണം? നമ്മൾ ശ്രീകാന്തും നമ്മൾ ലേഖികയോട് പറയുന്ന സമയത്ത് അവളെ എന്താണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ ചോദിച്ചില്ലേ? അതിൻ്റെ ഉത്തരവാണിത്. എന്താ വെച്ചാൽ ഞാൻ നിസ്വാർത്ഥമായിട്ട് ഞാൻ പിങ്കിയെ സേവിച്ചു. ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല പിങ്കിയിൽ നിന്ന്. പക്ഷേ എങ്കിൽ പിങ്കിൻ്റെ ലൈഫ് ഇതുകൊണ്ട് അവളുടെ ലൈഫിൽ ഒരു പ്രകാശം വരികയാണെങ്കിൽ, ഈ ഫയലിൽ ഈ വാക്കുകൾ ഞാനങ്ങ് മായ്ച്ചു കളഞ്ഞാണെങ്കിൽ അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ലേഖിക ഷാമിലി എന്ത് ചെയ്തു? ആ ഫയലിലെ ആ മോശപ്പെട്ട കാര്യങ്ങൾ, എവിടെ നിന്നാണോ വന്നത്, അമ്മയുടെ പേര്, അവൾക്ക് ഉണ്ടായ ദുരനുഭവങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞു. ഓക്കെ, അതാണ് ഈ കഥയിലെ മെയിനായിട്ടുള്ള തീം. ഓക്കെ, ഒരു ഇതും ഇല്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല ശരിക്കും. പക്ഷേ എങ്കിൽ അവളുടെ സങ്കടം കണ്ടിട്ടും പിന്നെ നമുക്ക് മാനുഷികമായിട്ടുള്ള ചില പരിഗണന കൊടുക്കാം. ഇതെല്ലാം എല്ലാവരും എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് എഴുതി വെക്കണം എന്നൊന്നുമില്ല അല്ലേ? ഒരാൾക്ക് ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഈ ഫയലിലൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് പറയാണ്. ഓക്കെ, അപ്പം ഷാമിലി ദി ചെഹ്റ ഭൂർ കി കിരണോ സ ജഗ്മഗ ഉട്ട, ഇതൊക്കെ ഇവരോട് പറയാണ്. ഈ പറഞ്ഞു കഴിഞ്ഞപ്പം ഷാമിലി അത്രയും ഇപ്പോഴും ആ ഹാപ്പിനെസ്, പിങ്കിയുടെ സന്തോഷം ഇപ്പോഴും ഷാമിലിൻ്റെ ആ മനസ്സിൽ കാണുന്നു. അത്രയും സന്തോഷമായിരുന്നു പിങ്കിക്ക്, എന്തോ സ്വർഗം കിട്ടിയ പോലത്തെ അവസ്ഥ. ആ ഒരു സന്തോഷം എപ്പോഴാണ് ഷാമിലിക്ക് അന്നും ഉണ്ടായിരുന്നു, ഇന്നും അത് ഓർക്കുമ്പോൾ സന്തോഷമാണ്. ഒരാളുടെ ജീവിതത്തിലെങ്കിലും എന്നെ കൊണ്ടൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയല്ലോ. ഭാ വിഭോർ ഹോ വേ ബോലി വ ഏക്
अति इंद्रिय अनुभव था, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. लगा जैसे मैंने धरती के एक घिनौने धब्बे को साफ कर दिया. എനിക്ക് തോന്നുകയാണ് ഞാൻ ഈ ലോകത്തിലെ എന്തോ ഒരു കറ മായ്ച്ചു കളഞ്ഞതുപോലെ. ആ പിങ്കിയുടെ ജീവിതത്തിൽ ആ വലിയൊരു കറയനെ ഞാൻ തുടച്ച് നീക്കിയതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക്. वह तो जैसे सेमल के फूल की तरह हल्की हो आसमान में उड़ रही थी. അവളാണെങ്കിൽ എന്തോ ഒരു സന്തോഷം കിട്ടിയ ഒരു അനുഭൂതി. അവളിങ്ങനെ തുള്ളിച്ചാടി നടക്കുകയാണ് അല്ലേ. ഇനി എന്നെ പറ്റി ആരും അറിയില്ലല്ലോ, അല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ എല്ലാവരും ക്രൂശിക്കുന്നതെന്ന്. അപ്പോൾ അതൊന്നും ഇനി ആരും അറിയില്ലല്ലോ എന്നുള്ള സന്തോഷത്തിൽ പിങ്കി തുള്ളിച്ചാടി നടക്കുകയാണ്. ഹംസബ് ഉഡ് ഗയത്തെ, അവർ മൂന്നാൾ എണീറ്റ് നിന്നു. पर शामली दी के मन का पर्दा अब भी उन्हीं चित्रों से भरा हुआ था. അവിടുന്ന് ശ്രീകാന്തും ലേഖികയൊക്കെ എണീറ്റു. അവൾ ആ ഷാമിലി ആ ഒരു ലാസ്റ്റ് ഇൻസിഡൻറ്റിൽ തന്നെ ഇങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളുടെ കഹാനി സ്റ്റോപ്പായി തീർന്നു. അപ്പം നമ്മളെ മധു കാക്കരിയ എഴുത്തുകാരി ഭയങ്കര വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ മധു കാക്കരിയ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറേ ക്രൂരതകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള യുദ്ധങ്ങൾ പോലും മധു കാക്കരിയ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എംപവർമെൻറ്റിന്, ഈ വുമൺ എംപവർമെൻറ്റിന് സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ. ഓക്കെ, ആരൊക്കെയാണെന്ന് കണ്ടാൽ അറിയില്ലേ? കൽപ്പന ചൗള, മദർ തെരേസ, ഓക്കെ, പിന്നെ നമ്മളെ പ്ലേയേഴ്സ്. ഇതാണ് 10 ഇന്ത്യൻ വുമൻ ഹൂ ബിക്കെയിം റോൾ മോഡൽ ഓഫ് എംപവർമെൻറ്റ്. ഇവരൊക്കെ കുറേ ആൾക്കാർ അത്രക്കും ഈ പാവപ്പെട്ട ഗേൾസിന് എഡ്യൂക്കേഷനും ഷെൽട്ടറും അവരൊക്കെ ഇപ്പം നല്ല നിലയിലെത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ വീട്ടിൽ നിന്ന് തന്നെ ഇവളെ പോലെ, പിങ്കിനെ പോലെ വീട്ടിൽ തന്നെ ഒരു സുരക്ഷിതമില്ലാത്ത ആൾക്കാർ പോലും ഇവരെ രക്ഷിച്ച് നല്ലൊരു ലൈഫിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അത്രയും നല്ല നല്ല വുമൻസാണ് ഈ 10 ആൾക്കാർ. സോഷ്യൽ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഇന്ത്യൻ വുമൻസ്. അവർ വീട്ടിലെ ജോലികൾ ചെയ്യുകയാണെങ്കിൽ ഒരു സ്ലേവ് അല്ലെങ്കിൽ സെർവൻ്റ് പോലെയാണ് അവർ മറ്റുള്ളവർ, സമൂഹത്തിലെ മറ്റു ആണുങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തി നേടാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ वो लोग जो घर के काम करने वाले हैं वो सभी पुरुष लोग समझते हैं कि वो हमारी क्या है, दासी हैं. तो इसे बदलने के लिए भी बहुत सारे कहानियाँ और उपन्यास लिखे हुए हैं लेखिका. ठीक है. हाँ, जो स्त्रियों से होने वाले अत्याचार, जैसे अच्छे वस्त्र धारण करके चलने से जो पुरुष लोग देखते हैं, उनकी निगाहें, उनकी उसकी स्थितियाँ सब इसमें मधु काकरिया ने अपनी रचनाओं में बताया है. और छेड़ने वाले हमेशा बहुत परेशानियाँ लड़कियों को झेलना पड़ता है. समूह में, घर में, कॉलेजों में, बस में छेड़ना. ठीक है, ये सब के बारे में हमें जानना चाहिए और उसके विरुद्ध आवाज़ उठाना चाहिए. अगर हमें नहीं हुआ तो अगर हमें ऐसी हालत में दूसरे को देखे तो भी हम उसके लिए ആവാസ് ഉടാനാ. നമ്മളല്ല ഈ സിറ്റുവേഷനിലാണെങ്കിൽ പോലും മറ്റുള്ളവരായി ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ സഹായിക്കണം. ഓക്കെ, പിന്നെ രാത് മേ ബി ഹം ഔറത്തോं को കहीं पर जा नहीं सकता. രാത്രി ആവുന്നത് നോക്കി ഇങ്ങനത്തെ സാമൂഹ്യ വിരുദ്ധർ ഉണ്ടാവും. നമ്മളെ ടീസ് ചെയ്യാനും ഹറാസ് ചെയ്യാനും
എല്ലാം. അപ്പം അതിനൊക്കെ എതിരെ മധു ഖാങ്കരിയ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എന്താ ഒരു സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള സ്ത്രീകളെയും എഴുന്നേൽത്ത് അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാൻ നമ്മളെ ലേഖിക പറയുന്നുണ്ട്. അതേപോലെ കുട്ടികളുടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്ന, അവരും അത്ര സേഫല്ല, വീട്ടിൽ തന്നെ അവർ സേഫല്ല. അവർക്ക് നമ്മളുടെ പിങ്കിയുടെ പ്രായത്തിലൊന്നും ഒരു വലിയ ഇതിനെ പറ്റിയിട്ട്, ഒരു സെക്സിനെ പറ്റിയിട്ടൊന്നും വലിയൊരു ബോധമില്ലാത്ത സമയത്താണ് ഇവരിങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ലേഖിക പറയുന്നുണ്ട്. അപ്പം സമൂഹത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ മുന്നോട്ട് നമ്മൾ മറ്റുള്ളൊരു സ്ത്രീകളെ സഹായിക്കണം അല്ലേ. ഒരു സ്ത്രീക്ക് അതിന് പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത്. മറ്റുള്ള സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ വേറൊരു സ്ത്രീയാണ് അത് സഹായിക്കേണ്ടതെന്നും കൂടി പറഞ്ഞു തരികയാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തും സ്കൂൾ ജാത്തെ സമയം ബി ബഹുത് പ്രശ്നമൊക്കെ झेलना पड़ता है. പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് നമ്മളും പ്രവർത്തിക്കണം, നമ്മളും വിജിലൻ്റ് ആയിരിക്കണം. ഇന്നേ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടും കേട്ടിട്ടും അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് കൂടുക ചെയ്യുക. ഇപ്പോൾ ഒരാൾ നമ്മളെ ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് പ്രതികരിച്ചാൽ പ്രശ്നം അവിടെ സോൾവായി. പ്രതികരിച്ചിട്ടില്ലെങ്കിലോ അത് വീണ്ടും അവർ അതേ ടൈമിൽ, നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ അതേ ടൈമിൽ വീണ്ടും വരും അവർ നമ്മളെ പിന്നെയും ശല്യപ്പെടുത്തും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഒരു ഫസ്റ്റ് ലൈനിൽ നമ്മളുടെ പാഠത്തിൽ ഫസ്റ്റ് പറയുന്നതാണ് ബിനാ സ്വാർത്ഥ കെ സാത്ത് ഹം ദൂസറോं की सहायता करनी चाहिए. ഒരു സ്വാർത്ഥതയില്ലാണ്ട് മറ്റുള്ളവരെ സഹായിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു കാര്യം നമ്മളിപ്പോൾ സഹായം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ തിരിച്ചത് പ്രതീക്ഷിക്കരുത്. തിരിച്ച് പ്രതീക്ഷിച്ചാൽ അത് അവിടെ പോയി. ഓക്കെ. അപ്പം നിസ്വാർത്ഥമായിട്ട് സഹായിക്കുക, അതാണ് ഏറ്റവും വലിയ സുഖം. ആർക്കും നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, പക്ഷേ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് സഹായമാവണം അല്ലേ. അതാണ് ഈ കഥയുടെ തീം, മോറൽ. ഓക്കെ.